കലാലോകത്തിന് നമ്മുടെ കോമഡി ഉത്സവം നൽകുന്ന ആദരം ഇന്ന് ആർക്കാണെന്ന് അറിയാനായിട്ട് നമുക്കൊന്ന് വീഡിയോ പ്രൊഫൈലാണ്. മലയാള നാടകവേദിയിൽ വേറിട്ട അഭിനയ പ്രകടനങ്ങൾ കാഴ്ചവെച്ച കലാകാരൻ കൂന്തള്ളൂർ വിക്രമൻ. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിന് സമീപമുള്ള കൂന്തള്ളൂർ സ്വദേശിയായ ഈ കലാകാരൻ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽ തന്നെ മിമിക്രി, മോണോ ആക്ട്, നാടകം തുടങ്ങിയവയിൽ മികവ് തെളിയിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസത്തിനു ശേഷം അമേച്ചർ നാടകരംഗത്ത് സജീവമായ വിക്രമൻ പ്രൊഫഷണൽ നാടകവേദികളിൽ വേറിട്ട അഭിനയത്തിലൂടെ ശ്രദ്ധേയനായി. മികച്ച ഹാസ്യനടനായും സ്വഭാവ നടനായും പുരസ്കാര നെറുകയിൽ തിളങ്ങാനും ഈ കലാകാരന് സാധിച്ചിട്ടുണ്ട്. ഇതിനോടകം 65-ൽ പരം ടെലിവിഷൻ പരമ്പരകളിൽ ചെറുതും വലുതുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ താരം ഒരു മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഭാര്യ ഷുബീനയും മക്കളായ ആതിരയും വിഷ്ണുവുമാണ് വിക്രമന്റെ കലാപ്രവർത്തനങ്ങൾക്ക് താങ്ങായി ഒപ്പമുള്ളത്. വേദികളെ ഹരം കൊള്ളിക്കുന്ന കഥാപാത്രങ്ങളെ സമ്മാനിച്ച ശ്രീ കൂന്തള്ളൂർ വിക്രമന് കോമഡി ഉത്സവ വേദിയിൽ സ്നേഹാദരവ്. എത്രയോ വർഷം വേദികളിൽ തന്നെ അല്ലേ? പക്ഷേ മിമിക്രിയുമായിട്ടൊരു ബന്ധമുണ്ട്. ഏതാണ്ട് എല്ലാത്തിന്റെ അനൗൺസ്മെന്റിലും അല്ലെ ക്യാരക്ടറായിട്ടും ഒക്കെ മിക്കവാറും വിക്രമൻ ചേട്ടൻ ഡബ് ചെയ്ത സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ പറ്റാറുണ്ട്. ഞാൻ മിമിക്രി നാടകം തുടങ്ങുന്നതിന് മുമ്പ് മിമിക്രി ആയിരുന്നു. മിമിക്രി എന്ന് പറയാൻ പറ്റൂല, പഴയ ഹാസ്യകലാപ്രകടനം. ഈ മൈക്കൊക്കെ വെച്ച് പത്തടയും പൂച്ചയുടെയൊക്കെ സൗണ്ട് ഉണ്ടാക്കുന്ന അപ്പൊ അത് ചെയ്തു തുടങ്ങി. അപ്പൊ അവിടെ നിന്ന് നാടകത്തിലോട്ട് വന്നു. അന്ന് പോലെ എനിക്ക് മിമിക്രി ഭയങ്കര ഒരു ക്രൈസ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇവരുടെയൊക്കെ മ്യൂസിനെ ഡബ് ചെയ്യാനും അതിനൊക്കെ പോകുമായിരുന്നു. അതാണ് പറഞ്ഞത്. നാടകത്തിൽ വന്നോട്ട് പിന്നെ അത് അട്ടച്ചക്കങ്ങ് വിട്ട്. ഇപ്പോ ഏത് സമിതിയുടെ കൂടെയാണ്? ഞാൻ കഴിഞ്ഞ ഫീൽഡിൽ എൻ്റെ കലാജീവിതത്തിൽ 35-ാമത്തെ വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ കഴിഞ്ഞ വർഷത്തോട് ഞാനിതൊന്ന് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം എനിക്ക് സുഖമില്ലാതായി, ഒരു അറ്റാക്ക് വന്നു. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ 9 വർഷമായി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രോഗ്രാമത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ഉറക്കൊഴിയാനുള്ള ബുദ്ധിമുട്ടും കാരണം കഴിഞ്ഞ് ഞാൻ ഈ സീസണിൽ പോയില്ല. ചെറിയ സീരിയലും കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. കളിച്ച സമിതികളുടെ പേരുകളൊന്നും പറയാം. കളിച്ച സമിതികൾ അധികം സമിതികളിലൊന്നും കളിച്ചിട്ടില്ല. അങ്ങനെ കളിക്കാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സമിതി പോയ ഒരു 5 വർഷം 6 വർഷം അവിടെ നിൽക്കും. അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ. പിന്നെ കേരളത്തിലെ അറിയപ്പെടുന്ന ചിറയൻകീഴ് അനുഗ്രഹ, അതിലാണ് എൻ്റെ തുടക്കം. ചിറയൻകീഴ് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഉമേഷ് അനുഗ്രഹ എൻ്റെ ചേട്ടൻ നടത്തുന്ന സമിതിയാണ്. അതിലൂടെയാണ് എൻ്റെ തുടക്കം. പിന്നെ എനിക്കൊരു നാടക ലോകത്ത് ഒരു നല്ലൊരു അഡ്രസ്സ് ഉണ്ടാക്കി തന്നൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് തിരുവനന്തപുരം സംഘചേതനയുടെ സുഭദ്രൈ സൂര്യപുത്രി എന്ന നാടകമാണ്. അതിനകത്ത് സുന്ദരയ്യൻ എന്നൊരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു മൈലേജ് ഉണ്ടാക്കി തന്നൊരു ക്യാരക്ടറാണ്. പിന്നെ സംഘചേതന, അതുല്യ, അനശ്വര, അങ്ങനെ ഒത്തിരി സമിതികളുണ്ട്. കുറച്ച് സമിതികളെ ഞാൻ കളിച്ചിട്ടുള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് ഒരു പെർഫോമൻസ് ഞാൻ കളിച്ചൊരു സ്നേഹസ്വർഗം എന്ന് പറഞ്ഞ നാടകമുണ്ട്. അതിനകത്ത് പാപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്. ലോക തരികിട എന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റം തരികിട. പിന്നെ പുള്ളിക്ക് ഇത്തിരി മിമിക്രിയൊക്കെ കയ്യിലുണ്ട്. നിന്ന് പിന്നെ ശബ്ദമൊക്കെ മാറ്റിക്കളയും. അങ്ങനെ ഒരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു രഹസ്യം പിടിച്ചെടുക്കാൻ വേണ്ടി പുള്ളി അന്ധനായിട്ട് അഭിനയിച്ച് വരും. അവിടെ ഒരു അമ്മച്ചിയുണ്ട്. മറതി കാരണം എൻ്റെ അച്ഛൻ മരിച്ചത് എന്ന് ഞാൻ ചോദിക്കും എന്ന് പറയാം. അപ്പൊ അതെങ്ങനെ നോക്കി, അമ്മച്ചി അമ്മച്ചി എൻ്റെ അച്ഛന് ഭയങ്കര മറതിയായിരുന്നു, ഒരുമാതിരി തന്മാത്ര. മറതി കാരണം എൻ്റെ അച്ഛൻ മരിച്ചത്. അതെങ്ങനെ? ശ്വാസം വിടാൻ മറന്നുപോയാൽ പിന്നെ മരിക്കത്തില്ലേ അമ്മച്ചി? ഇതെന്ത് പാട്. അങ്ങനെ ഞാൻ അനാഥനായ അമ്മച്ചി. ഒടുവിൽ അച്ഛൻ്റെ കബറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ, രായപ്പൻചെട്ടിയാരുടെ കൊപ്രാക്കളത്തിൽ. ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഊരുതണ്ടിയുടെ ഓട്ടക്കിച്ചയിൽ എന്തിരിക്കുന്നു. ഒടുവിൽ സകല ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് 4 കൊപ്ര എടുത്തൊരു കയറ്റി. പിന്നെ സിരകളിൽ എണ്ണയും പിണ്ണാക്കുമായി അങ്ങനെ കുറെ നാളൊരു ജീവിതം. പിന്നെ ഞാൻ ആ സ്റ്റേജിൽ ഞാൻ കളിക്കുന്നിടത്തെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് അപ്ലാസ് കിട്ടിയ ഒരു സംഭവം. എപ്പോഴും മോഹൻലാലിന്റെ ആ സംഭവം വരുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നാടകത്തിലൊക്കെ ഒരു ക്യാരക്ടർ സ്റ്റാറിനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സത്യമാണ് അത്. പിന്നെ ഞാൻ ചെയ്തൊരു കഴിഞ്ഞ വർഷം കളിച്ചൊരു നാടകമുണ്ട്, മനുഷ്യരുണ്ട് സൂക്ഷിക്കുക. വല്ലാത്തൊരു നാടകമായിരുന്നത്. കുഞ്ഞോൻ എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി. ഇന്നലെ നിങ്ങൾ അപ്പനും അമ്മയും തമ്മിലുള്ള സംസാരം അവിടെ ഞാൻ കേട്ടുപോയി. അറിഞ്ഞുകൊണ്ടല്ല, ഒച്ചപന്തിയെ കുറേ ഭാഗങ്ങൾ കേട്ടതാ. കാര്യം ആ വസ്തുവിന് എൻ്റെ മോളുടെ ജീവിതത്തിൻ്റെ വിലയുണ്ട്. അവളുടെ കെട്ടുതാലി അറ്റുപോകാൻ നിൽക്കുന്ന അതുകൊണ്ടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ മക്കളെ, നിന്നെയും മൂത്തോനെയും ഞാനും രാധയും മക്കളായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇവിടുന്ന് തന്നതിനും തിന്നതിനും ഒന്നും കണക്കില്ല. ഞാൻ ചേട്ടായിയോടോ ചേട്ടായി എന്നോടോ നന്ദി എന്നൊരു വാക്ക് പരസ്പരം പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എൻ്റെ രാധ മരിച്ചു കുളി കഴിയും മുമ്പ് അവളുടെ ഒടപ്പറന്നവൻ്റെ വീട്ടിൽ നിന്ന്
എന്നെയും കാലുവയ്യാത്ത എൻ്റെ കൊച്ചിനെയും ഇറക്കി വിട്ടപ്പോ എന്നോട് പോലും ചോദിക്കാതെ ചേട്ടായും ചേട്ടത്തിയും കൂടെ എഴുതി തന്നതാ ആ മണ്ണ്. അങ്ങനെയുള്ള എൻ്റെ ചേട്ടായിയുടെ മക്കളെ വിഷമിപ്പിച്ചിട്ട് ഈ കുടുംബത്തെ തമ്മിലടിപ്പിച്ചിട്ട് എനിക്കൊരു മണ്ണും വേണ്ട. നിങ്ങളെക്കാൾ വലുതല്ല മക്കളെ എനിക്ക് എൻ്റെ കുടുംബം. ഞാനൊരു കാര്യം പറയാം. എവിടെയാ കുട്ടേട്ടൻ ഒപ്പിട്ടിരേണ്ടത് പറഞ്ഞാൽ മതി, കണ്ണുമടച്ച് ഒപ്പിട്ട് തരും ഞാൻ. ഒരപേക്ഷയേ ഉള്ളൂ, വയ്യാത്ത എൻ്റെ ചേട്ടായിയെ വിഷമിപ്പിക്കരുത്. വയസ്സാം കാലത്ത് നെഞ്ചിലെ ഓട്ട വെട്ടി കീറി തുന്നി കെട്ടി വച്ചിരിക്കുക. ആയുസ് മിച്ചമുള്ള കുറച്ചു കാലം അങ്ങേര് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് ചത്തോട്ട്. ആഹാ, ഇതൊക്കെയല്ലേ അല്ലേ സ്റ്റേജ്? ഇങ്ങനത്തെ കളർഫുൾ സ്റ്റേജാണ്. ലൈറ്റുകളുടെ വേറെ ഒന്നിന്റെയോ അകമ്പടിയില്ല, വേറെ കഥാപാത്രങ്ങളില്ല. മോണോലോഗിലൂടെ നമ്മൾ അവിടെ എത്തിച്ചെങ്കിൽ വിക്രമൻ ചേട്ടാ, ഓരോ കഥാപാത്രം ഇപ്പം നാടകം എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ ആരാധനയോടെ കാണുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. കാര്യം നമ്മൾ ഒരുപാട് മിമിക്സ് പരേഡ് പരിപാടിക്കൊക്കെ പോകുമ്പോൾ അന്ന് ഈ പറയുന്ന അതിന് ശേഷമായിരിക്കും നാടകം, അല്ലെ അതിന് മുമ്പായിരിക്കും നാടകമൊക്കെ. അപ്പോൾ ഇതിൽ ഓരോ കഥാപാത്രങ്ങളെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാര്യം ഇവരെടുക്കുന്ന ഈ മിഥുൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വേറെ ക്യാമറകളോ വേറെ ഒന്നും ഇല്ലാതെ തന്നെ അവിടെ നിന്ന് ഓരോ കഥാപാത്രങ്ങളായിട്ട് ജീവിക്കുന്നവരും ജനിക്കുന്നവരും ഒക്കെയാണ്. പിന്നെ ഇതിനിടയിൽ ഏറ്റവും വലിയ പാടെന്ന് പറഞ്ഞാൽ ഇതിനെ ഈ നാടകത്തിലൊരു ഹ്യൂമർ കഥാപാത്രം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. കാര്യം ഇവിടെ ഒരു സീരിയസ് മാറ്റർ നടക്കുന്ന സമയത്തായിരിക്കും ഈ ഹ്യൂമർ കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് പോയി. പക്ഷേ അത് രജിസ്റ്റർ ആകുന്ന ഈ വിക്രമചേട്ടനെ പോലുള്ള കലാകാരന്മാരൊക്കെയാണ് ഏറ്റവും കൂടുതൽ കയ്യടി ആ സ്പോട്ടിൽ നിന്ന് മേടിക്കുന്നതും. അത് വെച്ചാൽ അപ്പം തന്നെ കയ്യടി അത്രയ്ക്ക് ജനം ഇവരെ മനസ്സിലേറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ശരിക്കും വിക്രമചേട്ടനൊക്കെ സിനിമയിലൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം സീരിയൽ ചെയ്യുന്നുണ്ട്. സീരിയൽ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയായിട്ടാ ഇപ്പൊ ചെയ്യുന്നുണ്ട്? ഞാനിപ്പോൾ ഉള്ളത് പറഞ്ഞാലെന്നും പറഞ്ഞ് കൈരളിൽ ഒരെണ്ണം ചെയ്യുന്നുണ്ട്. പിന്നെ മനോരമയിൽ ഇപ്പോൾ ഇനിയിപ്പോൾ 4 തുടങ്ങുന്ന ഒരു സാധനം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളെന്ന് പറഞ്ഞാൽ. ഓ, അത് ശരി. എന്തായാലും ചേട്ടാ ഒരുപാട് സിനിമകൾ കിട്ടട്ടെ. എന്തായാലും വരാൻ കാണിച്ചൊരു മനസ്സിന് പ്രത്യേകമായി ചേട്ടാ, ഞങ്ങളെ മ്യൂസിക്കാരെ എനിക്ക് തോന്നുന്നു സ്റ്റേജിൻ്റെ പുറകിൽ സ്ക്രീനിൽ വലിയ ഇൻട്രൊഡക്ഷനും സ്റ്റേജിന് മുൻപിൽ ഞങ്ങൾ ചിരിപ്പിക്കാൻ വേണ്ടിയുള്ള കൊച്ചു കൊച്ചു തമാശകളൊക്കെ ആയിട്ടുള്ള പെർഫോമൻസാണ്. പക്ഷെ നിങ്ങൾ സ്റ്റേജിന് പുറകിലൊന്നുമില്ല, വലിയ ഇൻട്രൊഡക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് കൊടുത്തുകൊണ്ട് ആളുകളുടെ കൈയടിയും പ്രശംസയും ഏറ്റുവാങ്ങുന്നവരാണ്. പ്രത്യേകിച്ചും എൻ്റെയും ഞങ്ങളുടെ കോമഡി ഉത്സവത്തിൻ്റെ ഈ വേദിയിലെയും നിറഞ്ഞ കൈയടികൾ. താങ്ക് യു. നിരവധി കഥാപാത്രങ്ങളുടെ ജനഹൃദയം കീഴടക്കിയ കലാമികവിന് കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്. ചേട്ടാ, സുപ്രീം ടീയുടെ സമ്മാനം, ശാന്തിഗിരി ഹൃദയരഞ്ജിനിയുടെ സമ്മാനം. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ നാടക കലാകാരനായി എന്നെ ഈ വലിയൊരു മഹോത്സവ വേദിയിൽ വിളിച്ച് ഇങ്ങനൊരു ആദരവ് തരാൻ കാണിച്ച ഫ്ലവേഴ്സിൻ്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ അനുജന്മാരായ കൊഞ്ചിര ഷിബു, സതീഷ്, പിന്നെ ഇതിൻ്റെ ഡയറക്ടർ മിഥുൻ രാജ്, എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ദയവായി പ്രേക്ഷകരോടാണ്. നിങ്ങൾ നാടകത്തെ തളർത്തരുത്, നാടകത്തെ പ്രോത്സാഹിപ്പിക്കണം, നാടകങ്ങൾ കാണണം, കുട്ടികളെ നാടകങ്ങൾ കാണിപ്പിക്കണം, അവരെ നാടകം കാണിപ്പിക്കാനുള്ള ഒരു പ്രചോദനം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. സംഘാടകർ നാടകം ഇപ്പോൾ ഒരു പറമ്പിലും നാടകവും ഒരു പ്രോഗ്രാമും ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ദയവായി ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോടും ഇതിൻ്റെ സംഘാടകരോടും ഞാൻ പറയുന്നു, നാടകക്കാർ വളരെ അവശ്യ നിലയിലാണ്. ദയവായി അവർക്ക് വേദികൾ ഒരുക്കി കൊടുക്കണമെന്ന് താഴ്മയായി ഞാൻ അപേക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മളെല്ലാവരും പിന്താങ്ങുന്ന കാര്യമാണ്. കുന്തളൂർ വിക്രമൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നാടക കലാകാരന്മാർ ആ നാടകം എന്ന് പറയുന്ന കലയ്ക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ശരിക്കും അല്ലേ ഒരുപാട് കഷ്ടപ്പാടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു വേദിയാണ്. അതെ, ഒരു വേദി കൊടുത്താൽ മതി, വേദി കൊടുത്താൽ മതി. ആ വേദി അവർക്ക് നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പ്ലാൻ ഇടുമ്പോൾ, ഒരു സ്റ്റേജ് ഷോന്റെ പ്ലാൻ ഇടുമ്പോൾ ഓർക്കുക നമ്മുടെ നാടക കലാകാരന്മാരെ കുറിച്ച്. താങ്ക് യു ചേട്ടാ, താങ്ക്സ് അലോട്ട്. താങ്ക് യു, വന്നതിൽ വലിയ സന്തോഷം കേട്ടോ. താങ്ക് യു.